വെൽക്കം ബാക്ക് ടു chappus.com. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കാവില്ല നിങ്ങൾ. വേറെ ഒന്നുമല്ല, നമ്മളെ ഒരു ചെടി തൂക്കിയിട്ടിരുന്നില്ലേ, അന്ന് ഞാനൊരു കറ്റാർവാഴ വാങ്ങിയിരുന്നു. ആ കറ്റാർവാഴ ചെറുതാണ്, അത് തലയിൽ തേക്കാൻ മാത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് വലിയ കറ്റാർവാഴ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇനി അതാണ് കുഴിച്ചിടുക. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു, അതാണ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ കമൻറ്റ് കണ്ട് ഇഷ്ടപ്പെടാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കണം. പിന്നെ ഇത് പഴയ അത് ഫിക്സ് ചെയ്ത മാതിരി തന്നെയാണ്. ചകിരിച്ചോറും മണ്ണും തന്നെയാണ് നമ്മളെ പഴയ മിക്സ് തന്നെയാണ്. ഇതിൽ പിന്നെ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പലരും. പിന്നെ മറ്റേ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി നല്ലതാണെന്ന് പറയുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്ത് ചെയ്ത്, അവിടെ ഇതിൻ്റെ മുന്നേ ഒരു കവറിൽ എന്തോ നട്ടിരുന്നതാണ്. അപ്പോൾ ആ കവറ് മുകളിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ നേരെ താഴത്ത് കൊണ്ടുവന്ന് അതിലത്തെ മണ്ണൊക്കെ കുത്തി ഉടച്ചിട്ട് ഞാൻ അതിന് കുറച്ച് മണ്ണ് പുറത്തേക്ക് ഇട്ട് ആ മണ്ണൊക്കെ അതിലെ കട്ടയും കാര്യങ്ങളൊക്കെ ഉടച്ച് ഫുള്ള് ക്ലിയർ ആക്കി കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ക്ലിയർ ആക്കി ഫുള്ള് ലെവലാക്കി അതിൻ്റെ സെൻറ്ററിലൊരു ചെടി വെക്കാൻ പാകത്തിന് ഒന്നിങ്ങോട്ട് മണ്ണൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഞാൻ അതങ്ങോട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ടിട്ട് വെള്ളമാണ് എല്ലാവരും കണ്ടോട്ടെ. വെള്ളമൊക്കെ എടുത്തോണ്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ പാരത്തെ വിചാരിച്ചിട്ട് വെള്ളമൊക്കെ അങ്ങനെ പാരാൻ വേണ്ടിയിട്ട് സെൻറ്ററൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നും നനച്ചു കൊടുക്കാൻ നല്ലതാണല്ലോ. വെള്ളത്തിൻ്റെ അംശം എല്ലാത്തിനും നല്ലതാണല്ലോ. മനുഷ്യന്മാർക്കും വേണമല്ലോ വെള്ളം. എല്ലാത്തിനും ജലമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയില്ല, അതേമാതിരി തന്നെ. അപ്പോൾ നമ്മളെ അങ്ങനെ സാധനം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേതിൻ്റെ അത്ര ഫിനിഷിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കണ്ടോ, കേടൊക്കെ ഉണ്ട്, ചില്ലറ കേട്. പിന്നെ തലപ്പൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയതിന് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പച്ചപ്പില്ല ഭാഗമാണ് ഇത്ര കേട്ടോ തലയിൽ തേക്കുക. കറക്റ്റ് പച്ച കളറിലത് ഈ ഉണങ്ങിയിട്ടൊരു മഞ്ഞ കളറ് ആയിട്ടില്ല ഈ സാധനം തലയിൽ തേച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമൊന്നുമില്ലാന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ അത് തേക്ക് വെച്ചിട്ട് ആദ്യം കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് ചകിരിച്ചോറ് നിറച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നിട്ട് ഫില്ലാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അതിക്ക് നമ്മൾ ആ കൂട്ടി കിടക്കുന്ന മണ്ണുണ്ടല്ലോ അത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ സാധാരണ സെറ്റ് ചെയ്യണ മാതിരി തന്നെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കും പിന്നെ അതുമാതിരി നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ഇപ്പോൾ വരണമെന്ന് നോക്കണ്ട, നമുക്ക് ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയും കൊണ്ടേയിരിക്കും. പിന്നെ എല്ലാവരും കമൻറ്റ് കൂടിയും നേരിട്ടും വന്ന് എന്നോട് പറഞ്ഞൊരു സംഭവമാണ് മറ്റേ ക്യാമറ തീരെ ക്ലിയർ ഇല്ലാന്ന്. അപ്പോൾ ക്ലിയർ ഇല്ലാത്ത കുറച്ച് കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫോൺ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൈസയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ നീണ്ടു പോണത്. അപ്പോൾ ഞാൻ അധികം വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫോൺ വാങ്ങാൻ ഞാൻ നോക്കും. ഇപ്പോൾ തൽക്കാലത്തിന് ഫോണ് ഉണ്ടെങ്കിൽ എനിക്ക് എഡിറ്റിങ്ങും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് മാറ്റാന്നുള്ള ലെവലിലാണ്. അപ്പോൾ അത് വാങ്ങാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ വീഡിയോ കിടക്കുക. അങ്ങനെ നമ്മൾ ചകിരിച്ചോറാണ് നിറച്ചിരിക്കുന്നത്. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ കൂടെ മണ്ണ് ഫില്ല് ചെയ്യാണ്. മണ്ണ് ഫില്ല് ചെയ്ത് ഫുള്ള് ഇത്രയും ഭാഗം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്ര നല്ലിട്ട് മണ്ണ്, അപ്പുറത്ത് കിടക്കുന്ന മണ്ണൊക്കെ ആയിത്തേനെ ഞാൻ അതിന് കുറച്ച് ഒഴിവാക്കിയാണ്, ഓവറായിട്ട് വേണ്ടെന്നില്ല വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായി കഴിഞ്ഞപ്പോൾ അതിക്ക് വീണ്ടും കുറച്ചും കൂടി മണ്ണൊക്കെ അതിൻ്റെ എടുത്തിട്ട് ഇടുകയാണ്. കുറച്ചും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ മണ്ണ് മൊത്തത്തിൽ കുത്തി ഉടച്ചാലല്ലേ. അങ്ങനെ നമ്മൾ അതിക്ക് മണ്ണ് ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ വൃത്തിയിൽ ചെയ്യണമെന്ന് പറയുന്നത്, അതേമാതിരി തന്നെ നമ്മൾ ആ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഓരോ
പരീക്ഷണങ്ങൾ മാത്രം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലേ. പിന്നെ ഇത് ഒരു ക്രൈസാണ്, ഈ ചെടികളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വേറൊരു ക്രൈസാണ്. പിന്നെ ഞാൻ ഈ മലപ്പുറം ഭാഷ പറയുന്നതുകൊണ്ട് എന്താ ആർക്കെങ്കിലും വല്ല മനസ്സിലാവാത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ പറയണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വീഡിയോ നമ്മൾ 4 കുറെല്ലാവരും മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പുറത്തുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഓർക്ക് മനസ്സിലാവണില്ലെങ്കിൽ പറയണേ. പിന്നെ അങ്ങനെ തന്നെ നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ആ മണ്ണ് ഫില്ല് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നിട്ട് കുതിർത്തി, മണ്ണും ഈ ചകിരിച്ചോറൊക്കെ ഒന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മണ്ണിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ച് ഫുള്ള് സെറ്റാക്കി. ഇപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സംഭവം ഇവിടുന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ പിന്നെ അടുത്ത പ്ലാനിങ് അതായിരുന്നു. പിന്നെ നേരെ കുറച്ചൊക്കെ വെളിച്ചം വെയിലും കാര്യങ്ങളൊക്കെ തട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ സാധനം കൊണ്ടുപോയിട്ട് സെറ്റാക്കി. അങ്ങനെ നമ്മളത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട പിടിച്ച് നീന്തും. അതാണ് ഞാനൊന്നിട്ട് വെറുതെനാക്കി കൊടുത്ത്. അതിൻ്റെ പിറ്റേശം നല്ല മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വെള്ളം നനക്കേണ്ട ആവശ്യം വന്നില്ല. ഇത് നമ്മൾ മുന്നേ ചെയ്തതാണ്. ഈ പ്ലാന്റ് നമ്മൾ മുന്നേ ഒരു ദിവസം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്തതാണ്. ഇത് ചെറുതാണ്. പിന്നെ പുതിയ അടിയിലൊക്കെ പുതിയതൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഇത് ചെറുതാണ്. ഇപ്പം നമ്മൾ പുതിയത് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇപ്പം ഒന്ന് നമ്മളിവിടെ ചെയ്തിരിക്കണത് ഇതിപ്പോൾ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനമാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ നമ്മളെ ഫുൾ അധ്വാനമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റ്. ഓക്കെ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെക്കുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട് വെക്കണം, ഓപ്പൺ സ്പേസിൽ വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഇവിടെ നമ്മൾ രണ്ടും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥലത്താണ്, ഓപ്പൺ സ്പേസാണ്. ഇവിടേക്ക് നല്ലോണം വെയിലും കാര്യങ്ങളും കിട്ടും. ഇങ്ങനത്തെ സ്ഥലത്താണ് അത്ര ഇതിന് വെക്കേണ്ടത്. ഇതിന് വെള്ളം അത്യാവശ്യം കുറച്ച് മതി, പക്ഷേ വെയിലാണ് കാര്യമായിട്ട് കൊള്ളേണ്ടതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സ്പേസിൽ തന്നെയാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത്.